നീ എങ്ങോട്ടായി പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വൈകി ഇങ്ങനെ കോമാളിയാ. എടാ നിനക്ക് ചെറിയൊരു കയ്യോത്തം പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ എത്രയെങ്കിലും തള്ളപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ, നമ്മുടെ പാറക്കുടിയിൽ ജോസൂട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോൾ കേസും കൂട്ടുമായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ച് ചെയ്തല്ല. അതല്ലടാ എടാ, ആ കാര്യം നാട്ടിൽ ചുടുവും ചൂലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം അല്ലേ അച്ചോ? സിൽവാച്ച ഇങ്ങ് വന്നേ. ഇത് നല്ല കളി. എടാ, നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ടെടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുറിക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്നും അറ്റൻഡ് ചെയ്യും. കൊള്ളാം, ഇത്രയും കൊല്ലമായി നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടിപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണ ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്കെന്തായാലും കുഴപ്പം പറ്റിയോ? ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. അവൻ്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. എടാ ചെറുക്ക, നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ഞാൻ പോവാ, നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ. നിങ്ങൾ അടിപൊളിയാണ് ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാറുണ്ടോ? ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാറുണ്ടോ? എന്നാലും ഞാൻ കൊത്തിനേരം ഒന്നും അങ്ങനെ പണയിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സഹായിക്കണം ഏട്ടാ? അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. അത് അനുഭവിച്ചു തന്നെയല്ലേ. ഞാൻ ചെയ്ത മഹാപോക്രിത്തരായി പോലെ ഏട്ടാ. പിന്നല്ലാതെ സംശയമുണ്ടോ? ഇപ്പം നിനക്കത് ബോധ്യമായല്ലോ. എടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നുള്ളത് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഏട്ടാ. ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. ചേട്ടൻ അറിയോ? എടാ, എന്തിനാടാ ഒട്ടായി നീ മേടിച്ച്? ഇത് ഈ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ഇതൊന്നും എല്ലാവർക്കും നേരാൻ വണ്ണം അറിയണമെന്നൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി. എന്തെല്ലാം തരം ജീവികളാണ്. അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതാണ് നീ കേട്ടിട്ടുണ്ടോ? അല്ലെ കണ്ടിട്ടുണ്ടോ? അത് ശരിയല്ല ഏട്ടാ. ഇതുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ? അതാ അതുങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളും. എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട്. അതൊക്കെ ഒന്ന് പുറത്തെടുത്താൽ മതി.